എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു നിൻസ് ക്രിയേറ്റീവ് ടൈം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന പേപ്പർ വെച്ചിട്ടുള്ള തുമ്പപ്പൂവാണ്. ഓണത്തിന് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് തൃക്കാക്കരപ്പൻ. സാധാരണ നമ്മൾ തൃക്കാക്കരപ്പൻ മണ്ണ് കുഴച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം. ഇത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഫ്ലാറ്റിലുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ഒരു സെലിബ്രേറ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് തീരെ കിട്ടാതിരിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതൊരു ക്രാഫ്റ്റായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് തൃക്കാക്കരപ്പം കാർഡ്ബോർഡ് വെച്ചിട്ട് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെയുള്ള കട്ടിയുള്ള കാർഡ്ബോർഡ് പീസാണ് ആവശ്യം. കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് എപ്പോഴും എടുക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ തൃക്കാക്കരപ്പം സ്റ്റഡി ആയിട്ട് നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ട ഒരു 4 സൈഡാണ് വേണ്ടത്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു സൈഡ് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ 7 സെൻറ്റിമീറ്റർ വെടുത്താണ് എടുത്തിട്ടുള്ളത്. ഹൈറ്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം.
ഇതുപോലെ 4 സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫൈനലി നമുക്ക് ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഹോൾസ് ഇടണം. ഇതൊന്നില്ലെങ്കിൽ ഫസ്റ്റ് ടൈം നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് സ്റ്റേജിൽ എന്തെങ്കിലും ടൂത്ത് പിക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഹോൾസ് ഇടാം. അപ്പം നമ്മൾ ഈസി ആയിട്ട് കാർഡ്ബോർഡ് കൊണ്ട് ചെയ്തെടുത്ത ഈ തൃക്കാക്കരപ്പൻ്റെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.